ഉജ്ജയിനിയിലെ രാജസദസ്സ്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ചോദ്യം കേട്ട് സദസ്യർ ഒന്നടങ്കം വരരുചിയെ നോക്കി. രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരരുചി പറയും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ ആ ചോദ്യത്തിന് മുമ്പിൽ പണ്ഡിതനായ വരരുചിയുടെ ശിരസ്സു കുനിഞ്ഞു. മഹാരാജാവ് അനുവദിച്ച 41 ദിവസത്തെ സമയപരിധിയുമായി വരരുചി ആ ചോദ്യത്തിന് ഉത്തരം തേടി അലഞ്ഞു. ഉത്തരം കണ്ടെത്തുവാനാകാതെ 40-ാം ദിവസം രാത്രി വരരുചി ഒരു കാട്ടിലെ വൃക്ഷച്ചുവട്ടിൽ വിഷമത്തോടുകൂടി കിടക്കുകയായിരുന്നു. ആ സമയത്ത് ആ വൃക്ഷത്തിലുണ്ടായിരുന്ന വനദേവതമാരുടെ സംസാരം അദ്ദേഹം കേൾക്കുവാനിടയായി. ദൂരെയുള്ള പറയക്കുടിലിൽ അപ്പോൾ മാത്രം ജനിച്ച പെൺകുഞ്ഞിൻ്റെ ഭാവി എന്താകും എന്ന ഒരു വനദേവതയുടെ ചോദ്യത്തിന് മാം വിദ്ധി അറിയാത്ത ഈ മഹാപണ്ഡിതൻ്റെ ഭാര്യയായി അവൾ തീരുമെന്ന് അടുത്ത വനദേവത മറുപടി പറഞ്ഞു. രാമായണം അയോധ്യാകാന്ഡത്തിലെ രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജം, അയോധ്യം അടവിം വിദ്ധി, ഗച്ഛതാത യഥാസുഖം എന്ന ശ്ലോകമാണ് വനദേവതമാർ പറഞ്ഞതെന്നും അതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകമെന്നും വരരുചിക്ക് മനസ്സിലായി. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സുഖകരമല്ലാത്ത ഒരു കാര്യവും വനദേവതമാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായെങ്കിലും മഹാരാജാവ് ആവശ്യപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിച്ച സന്തോഷത്തിൽ വരരുചി ഉജ്ജയിനിയിലേക്ക് യാത്ര തിരിച്ചു.